നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണിത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം കക്കയാണ്. കക്ക പുഴുങ്ങിയെടുത്തിട്ട് വേവിച്ചെടുത്തതാണ്. വേവിക്കുന്നത് ഒരു വിസിലാണ് കേൾപ്പിക്കേണ്ടത് കുക്കറിൽ. അത് 500 ഗ്രാമുണ്ട്. ഇതിൻ്റെ അളവ് 500 ഗ്രാമാണ്. അതുപോലെ കടച്ചക്കയാണ്. കടച്ചക്ക ക്ലീനാക്കിയതിന് ശേഷം ഉള്ള അളവ് 500 ഗ്രാമാണ്. രണ്ടും കൂടെ 1 കിലോ ഉണ്ട്. ഇത് നമ്മൾ കാണുന്ന പോലെയുള്ള സൈസ് കറക്റ്റായിട്ട് അധികം വലുത് വേണ്ട. ഈ കാണുന്ന പോലെ ഇടത്തരത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കാം. ഇനി കുക്കറിലേക്ക് നമ്മൾ കക്ക ഇട്ട് കൊടുക്കുക. അതേ മുകളിലേക്ക് ഈ പറഞ്ഞ കടച്ചക്ക ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണാണ് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി കക്ക വേവിച്ചത് ഉപ്പിട്ടാണ് ഒരു വിസിൽ കേൾപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിപ്പോൾ കടച്ചക്ക വേണ്ടിയുള്ള ഉപ്പാണ്. ഇത് ഒരു സ്പൂൺ വീതം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലൊട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ വേവ് കറക്റ്റ് കിട്ടുള്ളൂ. കടച്ചക്ക ചേർത്തതിന് ശേഷം നമ്മൾ വേവിക്കേണ്ടതും ഒരു വിസിൽ തന്നെയാണ്. അതായത് കക്കക്ക് 2 വിസിലുണ്ടാവും, കടച്ചക്കക്ക് 1 വിസിലും. അപ്പോൾ ഇതിന് വേവ് കൃത്യമായിട്ട് വരും. നമുക്ക് വേവിച്ച് മാറ്റി വെക്കാം. ഇനി ഇതുപോലൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊന്ന് ചുറ്റിച്ചെടുത്തേക്കണം. കാരണം തീ കൂടുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ചുറ്റിക്കുക. അതിലേക്ക് മീഡിയം സൈസ് 2 സവാളയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഒപ്പം 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൊടുക്കുക. ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഉപ്പ് ഓൾറെഡി ഓരോന്നിനും ഓരോ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം കൂടണ്ട. ഇത് മുരിവായി വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാതെ ചേർക്കുന്നത് അരിഞ്ഞതാണ്. 6 വലിയ ചുളയായിട്ട് 6 എണ്ണം ഇതുപോലെ അരിഞ്ഞെടുക്കാം. അതുപോലെ 1 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതിന് കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പേസ്റ്റ് ചേർക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് 1 ടേബിൾ സ്പൂണാണ്. അതുപോലെ നമ്മൾ അരിഞ്ഞ് ചേർത്തത് അത് നമുക്ക് കാണുവാനും അതുപോലെ അത് കഴിക്കുമ്പോൾ കിട്ടാനും വേണ്ടിയാണ് അരിഞ്ഞ് ചേർത്തത്. അപ്പോൾ രണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പേസ്റ്റ് ചേർത്തിട്ട് നമുക്കത് കഴിക്കുമ്പോൾ അത് കിട്ടില്ല, ടേസ്റ്റ് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു. ഇത് മുരിഞ്ഞ് വരട്ടെ. ഇതും ഒരു വൃത്തിയാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെയാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ ഒരു മുറി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അടുത്ത മസാലപ്പൊടിയായിട്ടുള്ള മുളക് പൊടിയാണ്. അതിന് മുന്നേ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടിയുടെ മുരിയും കൂടെ കൃത്യമായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. എരിവില്ലായിരിക്കാൻ വേണ്ടിയാണ്. അധികം എരിവ് വേണ്ട. ആദ്യം ചേർത്ത് പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രം ചേർത്താൽ മതി. മുളക് പൊടി ചേർക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിം മതി. കാരണം അറിയാമല്ലോ, മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെയൊക്കെ ആ മുരിവ് വരുമ്പോൾ മീഡിയം സൈസ് 2 തക്കാളി പഴുത്തത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. ഈ തക്കാളി നനവ് ചെല്ലുമ്പോൾ തന്നെ മുളകിൻ്റെ മുരിവ് കൃത്യമായിട്ട് സ്റ്റോപ്പ് ആയിക്കോളും, പിന്നെ കരിഞ്ഞു പോകില്ല. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം വേണം. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. കാരണം ഇതൊന്നും ഉടഞ്ഞു കിട്ടേണ്ട ആവശ്യമുണ്ട്. ഉടഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയും അതുപോലെ കക്കയും ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇങ്ങനെ ഇരുത്തിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ വേവിച്ച ആ കപ്പയല്ല കടച്ചക്ക ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കാരണം ഇറച്ചിക്ക തയ്യാറാക്കുന്ന പോലെ തന്നെ വളരെ രുചികരമായ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കടച്ചക്ക. ഈ ഒരു കടച്ചക്ക പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നല്ല പുട്ട് പോലെ വേവുന്ന നല്ല സൂപ്പറായിട്ട് കടച്ചക്കയാണ്. പല കടച്ചക്കും പല രീതിയായിരിക്കും. ചിലത് പെട്ടെന്ന് വേവില്ല, ചിലത് എന്തായാലും കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, വളരെ ടേസ്റ്റിയാണ്. ഇനി ഇടത്തരത്തിലെ 1 മീഡിയം സൈസ് തേങ്ങ വറുത്തരച്ചതാണ്. ഈ കടച്ചക്കയും അതുപോലെ കക്കയും കൂടെയുള്ള കറിയിൽ തേങ്ങ വറുത്തരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ കടച്ചക്ക സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം കടയിൽ കിട്ടാനില്ല. ഇത് എനിക്ക് അടുത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ കിട്ടി വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് പോയി കഴിഞ്ഞാൽ കക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി കടച്ചക്ക ഇതുപോലെ തന്നെ അല്ലാതെ ചെയ്യുന്ന ഒരു റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതാ നല്ല കറക്റ്റായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് നോക്കാം. കക്കയും അതുപോലെ തന്നെ കടച്ചക്കയും ചേർന്ന നല്ല സൂപ്പർ ടേസ്റ്റിലെ ഒരു ഡിഷാണ്. ഇത് കാണുമ്പോഴേ അറിയാം നല്ല പ്രത്യേക ഭംഗിയാണ്, നല്ല മണമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ റെസിപ്പി ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ കടച്ചക്കയുടെ മറ്റൊരു വീഡിയോ ഈ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.